യൂണിറ്റ് 1 ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഭാഗം 1 മനുഷ്യരുടെ ഉൽപ്പത്തിയും വികാസവും ആദ്യകാല ജീവിതം കൃഷിയുടെ ആരംഭം തുടങ്ങി മനുഷ്യ വളർച്ചയുടെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം. ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്കോർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇത്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്? ഒരു ആദിമ മനുഷ്യന്റെ തലയോടിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ അറിയപ്പെടുന്നത് ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ്. ഒരു തലയോടിനെ കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്നത്. ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോഴാണ് കിട്ടിയതെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. ആദിമ മനുഷ്യന്റെ ഈ ചരിത്രശേഷിപ്പിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നറിയാമോ? കാർബൺ ഡേറ്റിംഗ് എന്ന ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിക്കും. കാർബൺ ഡേറ്റിംഗ്. ഹൈഡൽബർഗിൽ നിന്ന് കിട്ടിയ ആ തലയോട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ ആ കാലഘട്ടത്തെക്കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക്. തന്നിരിക്കുന്ന ഈ ചിത്രം ഒന്ന് നോക്കൂ. സിനു തൻ്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ കുടുംബ വൃക്ഷമാണ് ഇത്. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ എത്ര തലമുറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താൻ സാധിക്കും. ചിത്രം നോക്കൂ. സിനുവിൻ്റെ കുടുംബം, അവർ 2 കുട്ടികൾ, അവരുടെ അച്ഛനും അമ്മയും. തൊട്ടുമുകളിൽ അച്ഛൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. അമ്മയുടെ തൊട്ടുമുകളിലും അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയുമുണ്ട്. ഇവരുടെയും അച്ഛനും അമ്മയും ഉണ്ടാകില്ലേ? അവരുടെയും അച്ഛനും അമ്മയും ഉണ്ടാകില്ലേ? അങ്ങനെ പിറകിലേക്ക് അനേകായിരം തലമുറകൾ പോയി കഴിയുമ്പോൾ നമുക്ക് ആദിമ മനുഷ്യരിൽ ചെന്നെത്താം. നിങ്ങളും ഇതുപോലെ ഒരു കുടുംബവൃക്ഷം തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ്റെയും അമ്മയുടെയും മാതാപിതാക്കളെ നിങ്ങൾക്കറിയാമോ? മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും മാതാപിതാക്കളെ അറിയാമോ? അവരുടെയൊക്കെ പേരുകൾ എന്താണ്? ഇങ്ങനെ പൂർവികരെ കണ്ടെത്തുന്നതിലൂടെ തലമുറകൾ പിറകോട്ട് ചിന്തിക്കാനും ആദ്യകാല മനുഷ്യരിലേക്ക് എത്തിച്ചേരാനും കഴിയും അല്ലേ? നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും, അച്ഛൻ്റെ അച്ഛനും അമ്മയും, അമ്മയുടെ അച്ഛനും അമ്മയും, പിന്നെയോ മുത്തശ്ശൻ്റെ അച്ഛനും അമ്മയും, മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും, അങ്ങനെ
പിറകിലേക്ക് പോകുന്തോറും നമുക്ക് ആദ്യകാല മനുഷ്യരിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ആദ്യകാല മനുഷ്യരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ പിന്നിലേക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കണമല്ലേ? പണ്ട് കാലത്തെ സംഭവ വികാസങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ആ കാലത്തെ നമുക്ക് എങ്ങനെ തരംതിരിക്കാൻ സാധിക്കും? സംഭവങ്ങളെ കാലഗണനയ്ക്കനുസരിച്ച് തരംതിരിക്കാം, എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാണ്? ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. BCE എന്നും CE എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. എന്താണ് BCE, എന്താണ് CE എന്ന് നോക്കാം. കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷത്തിന് ശേഷവും. പൊതുവർഷത്തിന് മുൻപ് ബിഫോർ കോമൺ ഈറ BCE, പൊതുവർഷത്തിന് ശേഷം കോമൺ ഈറ. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ BC, AD എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. BC എന്നാൽ ബിഫോർ ക്രൈസ്റ്റ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലം. AD എന്നാൽ അന്നോ ഡൊമിനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലമാണ് AD. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപുള്ള കാലമാണ് BC. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് കാലത്തെ തിരിച്ചിരുന്നത്. BC എന്നത് ഇപ്പോൾ BCE എന്നാണ് അറിയപ്പെടുന്നത്. AD എന്നത് ഇപ്പോൾ CE എന്നാണ് അറിയപ്പെടുന്നത്. നോക്കൂ, BCE എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 500, 400, 300, 200, 100, പിന്നെ 1 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ? AD അടയാളപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? AD അഥവാ CE എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 1, 100, 200, 300, 400, 500 എന്നിങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷമുള്ള കാലം പുതിയൊരു ഇറയായിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് CE അഥവാ AD എന്ന് പറയുന്നത്. 1 മുതലാണ് ആരംഭിക്കുന്നത്. ആദ്യം എങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? AD എന്നാണ് പറഞ്ഞിരുന്നത്. AD 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു നൂറ്റാണ്ട് എന്നാൽ 100 വർഷമാണ്. ഇനി BCE നോക്കൂ. 500, 400, 300, 200, 100, 1 എങ്ങനെയാണ് പോകുന്നത്? പിന്നിലേക്ക്, പിറകിലേക്കാണല്ലേ പോകുന്നത്? അതെ, പിറകിലേക്കാണ് പോകുന്നത്, കണക്കാക്കുന്നത്. ഇനി മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും. ആദിമ മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. എന്താണ് ഫോസിലുകൾ? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ ശേഷിപ്പുകൾ. അത് പൊതുവെ പാറകളിലൊക്കെ പതിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ ഫോസിലുകളാണ് നമ്മെ മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറയുന്നത്. ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം എങ്ങനെയാണ് നിർണയിക്കുന്നത്? കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് കാലപ്പഴക്കം നിർണയിക്കുന്നത്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുൻപോട്ട് വച്ചത് ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിൻ ആരാണ്? ചാൾസ് ഡാർവിൻ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ്. മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് മുൻപോട്ട് വെച്ച ആളാണ് ചാൾസ് ഡാർവിൻ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ്
മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചാൾസ് ഡാർവിൻ എന്താണ് മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞത്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേരും നൽകി. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യപരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത്. എന്താണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര്? ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. 1859 ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസിൽ അദ്ദേഹം പരിണാമത്തെക്കുറിച്ച് ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം. അതിനെയാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ചാൾസ് ഡാർവിൻ ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. 1809 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ആര്? ചാൾസ് ഡാർവിൻ. എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു. എന്താണ് അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തിലൂടെ പറഞ്ഞത്? എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണ്. ഓരോ ജീവിവർഗവും ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്താൻ അനേക ലക്ഷം വർഷങ്ങളെടുത്ത് രൂപമാറ്റം സംഭവിച്ചാണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് പരിണാമ സിദ്ധാന്തത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യപരിണാമം ആരംഭിക്കുന്നത്. പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കൂ. പ്രൈമേറ്റുകൾ, സസ്തനികളിൽ ഒരു വിഭാഗം. അതിനുശേഷം ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കുന്നവ. അതിനുശേഷം ഹോമിനിഡുകൾ, ഇരുകാലിൽ നടക്കുന്നവ. ഇരുകാലിൽ നടക്കുന്നവയെ രണ്ടായി തിരിച്ചിരിക്കുന്നു: ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഹോമോയെ വീണ്ടും 3ആയി തിരിച്ചിരിക്കുന്നു: ഹോമോ ഹാബിലിസ്, ഉപകരണ നിർമ്മാതാക്കൾ; ഹോമോ ഇറക്റ്റസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ; ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. എങ്ങനെയാണ് രൂപാന്തരം സംഭവിച്ചത്? മനുഷ്യരുടെ പൂർവികരുടെ ആദ്യഘട്ടം ഏതായിരുന്നു? സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകൾ. അതിനുശേഷമോ ഹോമിനോയിഡുകൾ, 4 കാലിൽ നടക്കുന്നവ. പിന്നെയോ 2 കാലിൽ നടക്കുന്ന ഹോമിനിഡുകൾ. അത് വീണ്ടും 2ആയി വിഭജിച്ചു: ആസ്ട്രലോപിത്തേക്കസും ഹോമോയും. ഹോമോയില് 3 വിഭാഗം: ഹോമോ ഹാബിലിസ്, ഉപകരണ നിർമ്മാതാക്കൾ; ഹോമോ ഇറക്റ്റസ്, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ; ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യർ. നമ്മളിതില് ഏത് വിഭാഗമാണ്? ഹോമോ സാപ്പിയൻസ് ആണല്ലേ, ബുദ്ധിയുള്ള മനുഷ്യരാണ്. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണ് ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിലാണ്. മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഏതൊക്കെയാണ് വിവിധ ഘട്ടങ്ങൾ? പ്രൈമേറ്റുകൾ, ഹോമിനോയിഡുകൾ, ഹോമിനിഡുകൾ, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഇവയിൽ ഓരോന്നിന്റെയും പ്രത്യേകത എന്താണ്? പ്രൈമേറ്റുകളുടെ പ്രത്യേകത എന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗമായിരുന്നു. 36 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിഭാഗം രൂപം കൊണ്ടത്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെയാണ് ഈ പ്രൈമേറ്റുകൾ കാണപ്പെട്ടിരുന്നത്. ഇനി ഹോമിനോയിഡുകളുടെ പ്രത്യേകതയോ? 4 കാലിൽ നടക്കുന്നവയായിരുന്നു അല്ലേ? 4 കാലിൽ നടക്കുന്നവയായിരുന്നു. ചെറിയ തലച്ചോറാണ് അവർക്കുണ്ടായിരുന്നത്. 4 കാലിലാണ് നടന്നിരുന്നത്. അയവുള്ള മുൻകാലുകളും നീളമുള്ള ശരീരവുമായിരുന്നു ഇവയുടെ സവിശേഷതകൾ. അയവുള്ള മുൻകാലുകൾ, നീളമുള്ള ശരീരം. ഇനി ഹോമിനിഡുകളോ?
ഹോമിനോയിഡുകളിൽ നിന്ന് പരിണമിച്ചുണ്ടായവയാണ് ഹോമിനിഡുകൾ എന്ന ജീവിവർഗം. ഹോമിനിഡെ എന്നറിയപ്പെടുന്ന കുടുംബത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. തലച്ചോറിന്റെ വലിപ്പം, ഇരുകാലിൽ നടത്തം, നിവർന്നു നിൽക്കാനുള്ള കഴിവ് എന്നിവ ഹോമിനിഡുകളുടെ സവിശേഷതകളായിരുന്നു. ഇനി ആസ്ട്രലോപിതെക്കസ്, ഹോമിനിഡുകളിൽ നിന്ന് രൂപപ്പെട്ട ജീനസുകളാണെന്ത്? ആസ്ട്രലോപിതെക്കസും ഹോമോയും. ആസ്ട്രലോപിതെക്കസിന്റെ തലച്ചോറിന് ഹോമോയേക്കാൾ വലിപ്പം കുറവാണ്. വലിയ താടിയെല്ല്, നീളം കൂടിയ പല്ലുകൾ എന്നിവ ഇവയുടെ സവിശേഷതയാണ്. അവ കൂടുതൽ നേരവും മരങ്ങളിൽ ചെലവിട്ടതിനാൽ ഇവയ്ക്ക് നിവർന്നുള്ള നടത്തത്തിന് ബുദ്ധിമുട്ട് നേരിട്ടു. ഏത് വിഭാഗത്തിന്? ആസ്ട്രലോപിതെക്കസിന്. എന്താണ് അവയുടെ പ്രത്യേകത? വലിയ താടിയെല്ല്, നീളം കൂടിയ പല്ലുകൾ. ഇതൊക്കെയാണ് ആസ്ട്രലോപിതെക്കസിന്റെ സവിശേഷതകൾ. ഇനി ഹോമോയുടെ സവിശേഷത എന്താണ്? ആസ്ട്രലോപിതെക്കസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹോമോയ്ക്ക് പൊതുവെ വലിയ തലച്ചോറും പുറത്തേക്ക് പരിമിതമായി മാത്രം ഉന്തിയ താടിയെല്ലും ചെറിയ പല്ലുകളുമാണ് ഹോമോയ്ക്ക് ഉണ്ടായിരുന്നത്. ശാസ്ത്രജ്ഞന്മാർ ഹോമോയെ പലതായിട്ട് തിരിക്കുന്നുണ്ട്. ഹോമോയുടെ ഫോസിലുകളെ ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഇനി ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകത നോക്കൂ. ആദ്യമായി ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്തത് ഈ ഹോമോ ഹാബിലിസ് ആണ്. കല്ലുപകരണങ്ങൾ ഉണ്ടാക്കിയെന്ന് കരുതപ്പെടുന്ന മനുഷ്യപൂർവികരാണ് ആര്? ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസിന് അതുകൊണ്ടാണ് ഹാൻഡിമാൻ എന്ന പേര് ലഭിച്ചത്. ഹോമോ ഹാബിലിസിന്റെ മറ്റൊരു പേരാണ് ഹാൻഡിമാൻ. അടുത്തത് ഹോമോ ഇറക്ടസ്, നിവർന്നു നടക്കാൻ ആരംഭിച്ച വിഭാഗം. നിവർന്നു നടക്കാൻ ആരംഭിച്ച മനുഷ്യവംശമാണ് ഹോമോ ഇറക്ടസ്. ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ഇവയുടെ ഫോസിലുകളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഹോമോ സാപ്പിയൻസ്, ബുദ്ധിയുള്ള മനുഷ്യവർഗം. അതാണല്ലേ നമ്മളുടെ മനുഷ്യവർഗം ഇപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യവർഗമാണ്. നമ്മളെല്ലാം ഉൾപ്പെടുന്നത് ഹോമോ സാപ്പിയൻസിലാണ്. ആധുനിക മനുഷ്യർ ഹോമോ സാപ്പിയൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഏകദേശം 2 ലക്ഷത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ആവിർഭവിച്ചതായിട്ട് കരുതുന്ന മനുഷ്യവിഭാഗമാണേത്? ഹോമോ സാപ്പിയൻസ്. കാലക്രമത്തിൽ അവിടെ നിന്നും ആഫ്രിക്കയുടെ പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.